ഒരു രാജ്യത്ത് ശരിക്കും ആരാണ് അധികാരത്തിലിരിക്കുന്നത് എന്ന് അവരുടെ പ്രോട്ടോകോളുകൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും. പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇത് കാലങ്ങളായി ഒരു പരസ്യമായ രഹസ്യമാണെങ്കിലും ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി പുറത്തുവിട്ട ഒരു വീഡിയോ പാക് സിവിലിയൻ സർക്കാരിന്റെ മുഖം മൂടി പൂർണ്ണമായും വലിച്ചു കീറിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഭരണം നടത്തുന്നത് ഷഹബാസ് ഷെരീഫോ അവിടുത്തെ രാഷ്ട്രീയക്കാരോ അല്ല, മറിച്ച് പാക് സൈന്യമാണെന്ന ഈ ദൃശ്യങ്ങൾ സംശയലേശമെന്നെ അടിവരയിടുന്നു. ഇനി ഇത് വെറും സ്പെക്കുലേഷൻസ് അല്ല, തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ ടെഹ്റാൻ സന്ദർശനത്തിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചയാകുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ഇറാനിൽ വിമാനമിറങ്ങിയ അസീം മുനീറാണ് ഏറ്റവും ആദ്യം പുറത്തേക്ക് വന്നത് വിമാനത്തിൽ നിന്ന്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റിലെ രണ്ടാമനും ആഭ്യന്തരമന്ത്രിയും പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായിട്ടുള്ള സാക്ഷാൽ മൊഹ്സിൻ നഖ്വി വിമാനത്തിന്റെ പടവുകളിൽ എവിടെയോ ഒരു കാഴ്ചക്കാരനെ പോലെ ഒതുങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നേരിട്ടെത്തി സൈനിക മേധാവിയെ സ്വീകരിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്ന സൈനിക മേധാവിക്ക് തൊട്ടു പിന്നിലായി ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡുമായി അദ്ദേഹത്തിന്റെ സായുധനായിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. സാധാരണയായി രാജ്യത്തലവന്മാർക്കും പ്രധാനമന്ത്രിമാർക്കും മാത്രം വിദേശ സന്ദർശനങ്ങളിൽ നൽകുന്ന ഒരു സുരക്ഷയാണിത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം നയതന്ത്ര പ്രതിനിധി സംഘങ്ങളെ നയിക്കേണ്ടത് സിവിലിയൻ സർക്കാരാണ്. പാക് സൈനിക വക്താക്കളായിട്ടുള്ള ISPR ഈ ഉന്നതതല സന്ദർശനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ സംഭാഷണങ്ങൾക്ക് പാകിസ്ഥാൻ നൽകിയ മികച്ച ആതിഥേയത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു എന്നും മേഖലയിലെ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രതിബദ്ധത പങ്കുവയ്ക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഫീൽഡ് മാർഷൽ മുനീറിനെ സ്വാഗതം ചെയ്ത ആ പോസ്റ്റിൽ എവിടെയും കൂടെ ഉണ്ടായിരുന്ന പാക് ആഭ്യന്തരമന്ത്രി നഖ്വിയുടെ പേര് പരാമർശിക്കാൻ ഇറാൻ മന്ത്രി തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. അതൊക്കെ പോട്ടെ, എന്തിനായിരുന്നു മുനീറിന്റെ ഈ ഒരു തിരക്കിട്ടുള്ള സന്ദർശനം എന്ന് നോക്കാം. ഫെബ്രുവരി അവസാനത്തോടെ ഇറാനിൽ തുടങ്ങിയ US ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു മധ്യസ്ഥന്റെ വേഷം ചമയുകയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ഏപ്രിൽ 11 ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കൻ ഇറാൻ ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ആദ്യവട്ട ചർച്ചകൾ നടന്നെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾ, ഉപരോധങ്ങൾ, ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ എന്നിവയിലൊന്നും തന്നെ യാതൊരു തീരുമാനവും എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതിന് പിന്നാലെയാണ് വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ എന്നവണ്ണം പുതിയ സന്ദേശങ്ങളുമായി മുനീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇറാനിലെത്തിയത്. ഇപ്പോൾ നേരിട്ടുള്ള രണ്ടാം വട്ട ചർച്ചകൾ സംഘടിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇസ്ലാമാബാദ്. പാകിസ്ഥാനിലെ സിവിലിയൻ സർക്കാരിന്റെ നിസ്സഹായത ഇതിൽ കൂടുതൽ വ്യക്തമാക്കാനില്ല. 2026 ദാവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ സ്യൂട്ടിനുള്ളിൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചെത്തിയതിന് അസീം മുനീർ വലിയ പരിഹാസം നേരിട്ടിരുന്നു. എന്നാൽ ഇത്തവണ അത് വലിയൊരു ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡായി തന്നെ മാറിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഇമ്രാൻഖാൻ മന്ത്രിസഭയിലെ മുൻ വാർത്താ വിതരണ മന്ത്രി ഫവാദ് ചൗധരി വാർത്താ ഏജൻസിയായ ANI പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇതിൽ രണ്ടഭിപ്രായമില്ല. പാകിസ്ഥാൻ ഇപ്പോൾ നയിക്കുന്നത് ജനറൽ അസീം മുനീർ തന്നെയാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് അദ്ദേഹമാണ്. ഇന്നലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ജനറൽ അസീം മുനീറിനെയാണ് പാകിസ്ഥാന്റെ നേതാവായി വിശേഷിപ്പിച്ചത്. ഷഹബാസ് ഷെരീഫിനെ അദ്ദേഹം പരിഗണിച്ചതേയില്ല. ചുരുക്കത്തിൽ പാകിസ്ഥാനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഭരണത്തിലുണ്ടെങ്കിലും വിദേശനയം, പ്രതിരോധം തുടങ്ങിയ നിർണായക കാര്യങ്ങളിൽ അവർക്ക് യാതൊരു നിയന്ത്രണവുമില്ല എന്ന് ഈ ദൃശ്യങ്ങൾ വീണ്ടും തെളിയിക്കുന്നു. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പേരിന് മാത്രം ഭരണത്തിലിരിക്കുമ്പോൾ ദൈനംദിന കാര്യങ്ങളുടെ യഥാർത്ഥ അധികാരം പാക് സൈനിക മേധാവിയുടെ കൈകളിൽ ഭദ്രമാണ്. കാലങ്ങളായി മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന പാക് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ഇറാൻ പുറത്തുവിട്ട ഈ ഒറ്റ വീഡിയോയിലൂടെ ലോകം മുഴുവൻ കണ്ടിരിക്കുകയാണ്. സത്യാവസ്ഥകൾ പൂർണ്ണമായും പുറത്തു വന്നിരിക്കുക തന്നെയാണ്. മിസ്റ്റർ